കവില് പലതുണ്ടിപ്പൊ പറയാനെ കടലാസില് നേരാ കണക്കിന് കായ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പുതിയ വീഡിയോ നിൽക്കുന്ന കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ പുതിയ വീട് ഇതാണ് കേട്ടോ ഗൈസ്. നമ്മൾ പുതിയ വീട് നമ്മൾ ക്യാപ്റ്റൻ ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇതായിരിക്കും കേട്ടോ ഗൈസ് നമ്മളെ പുതിയ വീട് കേട്ടോ. ഇപ്പോൾ കാണിക്കാം. നല്ലൊരു വൈപ്പൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ബസ്സൊന്നും ഇങ്ങോട്ട് കയറില്ല, ചെറിയ കാറൊക്കെ കയറും, നമ്മളെ പച്ചറിയും ഫോർച്യൂണറൊക്കെ കയറുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിന് സാധനം ഒന്നും അറിയാമല്ലോ ഗൈസ്. ഇവിടെ കാണാൻ തന്നെ അടിപൊളി ലുക്കാണ് ഗൈസ്. അപ്പം നേരെ വണ്ടിയായിട്ട് കയറി എടുക്കുക. ഏതായാലും വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ഏരിയ കാണുന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് ചെന്ന് നോക്കാം. കിടിലൻ ഏരിയ ആണല്ലോ ഗൈസ്. ഒരു ബസ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ ഗാരേജൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഗാരേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിടിലൻ ഗാരേജ് കേട്ടോ ഗൈസ്. നമ്മളെ ATP ബസ്സാണ് ഗൈസ്, അതുകൊണ്ട് കയറാൻ ഇച്ചിരി പാടുള്ളൂ. സാധാ ബസ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. എന്നാലും കുറച്ച് ഭാഗമൊക്കെ പുറത്താണ്, എന്നാലും നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. അത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെ ഇറക്കുക, അല്ലാത്ത രീതിയാണ് ഗൈസ്. അല്ല നല്ലൊരു ഗാരേജ് സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ് ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കി കിട്ടണം. അപ്പം നമ്മൾ പുതിയ നമ്മളെ 2 വണ്ടികളില്ല ഗൈസ്, അതിൻ്റെ വർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ തമിഴ്നാട് കണ്ടവർക്കറിയാം, നമ്മളെ 2 കൊമ്പന്മാർ കളർ വണ്ടിയാക്കി ഇറക്കുകയാണ് ഗൈസ്, 2 കൊണ്ടന്മാരെ. അപ്പോൾ അവരെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇറക്കുന്നുണ്ട്. നൈസായിട്ട് വേഗം പോയി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വണ്ടി ഇവിടുന്ന് ഇറക്കി കിട്ടണമല്ലോ ഗൈസ്. ഈ ഒരു ATP ആയതുകൊണ്ട് കുഴപ്പമാണ് ഗൈസ്, വല്ലാത്തൊരു ഇഷ്ടമാണ് അറിയാലോ ഗൈസ്. ഈ ഒരു ATP അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ വീടുകൾ തന്നെ. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട വീടൊക്കെ നമ്മളെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ അവനൊന്ന് നിൽക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നായിരുന്നു ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞ് സ്വന്തം ഗാരേജാന്നോട് പറഞ്ഞാൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗാരേജ് ഞാൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി എങ്ങോട്ടേക്കാണ് പോകാൻ പോണത് ഗൈസ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഷിപ്മെൻ്റാണ് നമ്മൾ എടുക്കുന്നത്, എന്നാലേ പെട്ടെന്ന് എത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഷിപ്പിൻ്റെ അടുത്ത് നമ്മൾ നേരെ പോവാണ് അങ്ങോട്ടേക്ക്. അപ്പം ഇനി അവിടെ എത്തി നിങ്ങൾ കാണുന്ന ഡ്രോണിലാണ്. സംഭവം ഇതൊരു ATP ആണ് ഗൈസ്. ഇതൊക്കെ ഷിപ്പ് കയറ്റുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് ഏറിയ പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രോൺ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി ഷിപ്പിലേക്കത് കയറ്റിയേക്കാം. എന്നിട്ട് നേരെ നമ്മൾ വിടാൻ പോവാണ് കേട്ടോ ഗൈസ്. ഇവിടുന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു വഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിപ്പിൻ്റെ ആണ് ഗൈസ്. അപ്പം ഷിപ്പ് കയറിയിട്ട് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഷിപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ കാണുന്നത്. സീസാണല്ലോ ഗൈസ് ഇങ്ങനെ വരുന്നൊരു. അപ്പം നമ്മൾ മറ്റേ മോഡ് ഈ മോഡ് എടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ മോഡ് ഞാൻ മറ്റേ പുതിയ ബസ്സിൻ്റെ രീതിക്ക് ഇട്ട് പോയിട്ട് ഗൈസ്, പുതിയ ബസ്സിന് വേണ്ടി വെച്ച് പോയതായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഈ ഒരു മോഡ് ഇട്ട്. അപ്പം നമ്മൾ അസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു AV ട്രിപ്പിന് വേണ്ടിയില്ലേ പാക്കേജിനാണ് നമ്മളെ ഷെഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയായിട്ടാണ് കറങ്ങാൻ ഇറങ്ങുന്നത് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗാരേജിലേക്കാണ് പോകാനല്ലേ. അപ്പം ഇവിടുന്ന് അത്യാവശ്യം മൈലുണ്ടോ വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇനി ഗാരേജ് എത്തിയിട്ട് നല്ല റെയിൻഫാളിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വണ്ടിയിൽ നമ്മൾ ഇൻറ്റീരിയറുകൾ ചെയ്ത സംഭവമൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
രാത്രി ഇതിലെ പോണവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കണ്ട് പേടിക്കരുത്. അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഇതിലുണ്ട് ഗൈസ് ഈ ഒരു മാപ്പിൽ. പിന്നെ ഈ ഒരു വണ്ടീന് നമ്മൾ ഇൻറ്റീരിയറിൽ ലൈറ്റ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്ത ഒരു ഇൻറ്റീരിയർ ഒന്ന് ബ്യൂട്ടി ആവാൻ വേണ്ടി നമ്മൾ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പറിച്ച് കളഞ്ഞ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് തന്നിട്ട് കണ്ട് ലൈറ്റ് ഒരു ബ്ലൂ ലൈറ്റാണ്. കാരണം നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ കളർ ബ്ലൂ ആണല്ലേ ഗൈസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലൂവിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ഷെഡൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ഷെഡ്. ഇപ്പോൾ 2 ഷെഡ് ഉണ്ട്. അപ്പോൾ ഏത് വേണേൽ നമുക്ക് ചൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഷെഡ് ഇതാണ് ഗൈസ്. നമുക്ക് ഈ ഒരു ഷെഡിന് വെക്കാൻ വേണ്ടി പിന്നെ പുറത്തിറക്കാണ്ട് ബാക്കടിച്ച് ഇവിടെ വെക്കാട്ട് ഗൈസ്. ഇതൊക്കെ അഡീഷണലായിട്ട് ഇവിടെ എല്ലാ വണ്ടികളായിരിക്കും നമ്മൾ ഈ ഷെഡ് വാങ്ങിയാലും ഇവിടെ ഉണ്ടാവും ഗൈസ്. ഈ രവി ട്രിപ്പിലൊക്കെ വന്ന് ക്ഷീണിച്ച് വണ്ടി അവിടെ നിർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് വെച്ചാണ് ഗൈസ്. നമ്മളാണ് വേറെ ആരാണെങ്കിൽ എൻ്റെ പേരിൽ വർത്തിക്കിട്ടോ വരെ ഗൈസ്. പിന്നെ സ്വന്തം ഷെഡിന് വേറെ വണ്ടിയൊക്കെ വെക്കുന്ന ആർക്കാണ് ഗൈസ് ഇഷ്ടമല്ലാത്ത ഗൈസ്, ആർക്കാണ് ഇഷ്ടമുണ്ടാവുക ഗൈസ്. നമ്മളായതുകൊണ്ടാണ് നമ്മളെ വണ്ടി ഇവിടെ കിടക്കാൻ നല്ല ഫണ്ണായിട്ട് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഈ ഷർട്ട് എടുക്കണോ, ഇനി അടുത്ത ഷർട്ട് ഞാൻ കാണിച്ചു തരാം. വില്ലേജിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്കാണ്. ഇവിടെ ആകെ ഒരു ലോറി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാ ഒരുപാട് ലോറികളുണ്ട്. അപ്പോൾ ഇവിടെയാണ് നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ഇവിടെ വെക്കുമ്പോൾ വണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ വെക്കാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് വെക്കാം ഗൈസ്. അപ്പം മറ്റേ സംഭവം ഇവിടെ ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇവിടെ നമ്മൾ ക്യാപ്റ്റൻ എന്തായാലും വെക്കാൻ കഴിയില്ല. മണേതെ മിനി ബസ്സൊക്കെ വെക്കാമെന്നല്ലാതെ കണ്ട് നമ്മൾ ക്യാപ്റ്റൻ വെക്കാൻ കഴിയില്ല ഗൈസ്. കാരണം ക്യാപ്റ്റൻ ഒന്നാമത് ATP ആണ്, ഇവിടെ കൊള്ളൂല. വേറെ ഏതെങ്കിലും ബസ്സൊക്കെ കൊള്ളുക എന്നല്ലാതെ കണ്ട് ഈ ഒരു വണ്ടി ഇവിടെ കൊള്ളൂല ഗൈസ്. ഇവിടെ സ്പേസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളൂ ഗൈസ്. നമുക്ക് അതിലെങ്ങനെ പോരാ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇങ്ങോട്ടെടുക്കാം. ഇവിടെയൊക്കെ ഞാൻ ആദ്യം വന്നപ്പോൾ ഷെഡുണ്ട് ഇനിയൊരു ഗൈസ്. അപ്പോൾ പൊളിച്ചതാണ് തോന്നുന്നത് ഗൈസ്. ഏതായാലും നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു ഷെഡുണ്ട്. ഇവിടെ ഏത് ബസ്സാണെങ്കിൽ കൊള്ളു കിട്ടും ഗൈസ്. അപ്പം നമ്മളെ വണ്ടി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിടുക. ഈ വണ്ടി നല്ല രീതിക്ക് നശിച്ചു, നല്ല രീതിക്ക് പൊടി ആയിരുന്നിട്ട് ഗൈസ്. വണ്ടി ഒന്നാമത് ട്രിപ്പിനില്ലാണ്. കാരണം നമ്മളെ ചെനമുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ട്രിപ്പ് വരാണ്ടിട്ട് ഗൈസ്. അപ്പം ഒരു ഹെവി ട്രിപ്പിനാണ്. അപ്പോൾ ഇത് ഇവിടെ ആകെ 2 ഗരേജേ ഉള്ളൂ വരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത് ഷെഡ് നമ്മൾ എടുക്കണം എന്നില്ലേ. അപ്പോൾ അതിൻ്റെ ട്രിപ്പിനായിട്ട് നമ്മളെ 3 ബസ്സാണ് നമ്മൾ പോണേ. അപ്പോൾ ജനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ട്രിപ്പിനായിട്ടാണ് നമ്മൾ പോണേ. അത് ലേസറുണ്ട് ഗൈസ്, കണ്ടിട്ട് ഗൈസ്, ലേസറാണ് പോണേ. ഏറ്റവും മനസ്സിൽ സാധനം ഒന്നും അറിയാമല്ലോ അല്ലേ ഗൈസ്. അപ്പോൾ ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് കാണിക്കാം. സീൻസാണ് കേട്ടോ. വണ്ടിയിൽ നമ്മൾ സീനായിട്ട് ലൈസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൾ ചെയ്യാം, എന്തെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പറൊക്കെ. അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഏതെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം കേട്ടോ ഗൈസ്. വണ്ടിയിൽ നമ്മളൊരു ട്രിപ്പ് പോയതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആയിട്ട്. അപ്പം നമ്മളെ വണ്ടി ഇവിടെ അധികം വെക്കാൻ കഴിയില്ല. ഇനി നമുക്ക് നേരെ നമ്മളെ പ്രകാശ് പോയി നമ്മളെ വണ്ടീൻ്റെ ബോഡി കെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചു വെച്ചിനി ഇപ്പോൾ വർക്ക് ഫിനിഷ് ആയില്ല എന്നാണ് പറഞ്ഞത്. സംഭവം പെയിൻ്റ് അടിക്കാണ്ട് അതിന് വേണ്ടി നമ്മൾ ഒരു ഏരിയക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എപ്പം നമ്മൾ വണ്ടി കാണാൻ പോകുമ്പോഴും ഇൻറ്റീരിയർ കാണാൻ കഴിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ മറ്റേ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടീൻ്റെ 2ൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണിക്കില്ല ഗൈസ്, കാരണം സംഭവം നമ്മളെല്ലാ വർക്കും കഴിഞ്ഞിട്ട് കാണാമെന്നാണ് സംഭവം. ഇനി കാണിക്കുന്ന എന്തിനാ ഇൻറ്റീരിയറും ഇതേമാതിരി തന്നെയാണ്, സ്റ്റോക്ക് ഇൻറ്റീരിയറാണ്. ഒരു വർക്ക് നമ്മൾ ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഇനി കാണാൻ ഇപ്പോൾ എത്ര എന്തല്ല ഇല്ല ഗൈസ്. അപ്പം ബോഡി ഒന്ന് കാണിക്കും, പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കും കേട്ടോ ഗൈസ്.
സംഭവം ഒന്നും കാണൂല ഇന്റീരിയർ കയറിയിട്ടെന്ന്. കാരണം ഫുള്ള് മറിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ഗ്ലാസ്സിലെ ഗൈസ് അത് മറിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ മറിച്ചിട്ടുണ്ട്. ഗ്ലാസ്സൊന്നും ഇല്ല ഗൈസ്. ഗ്ലാസ്സൊക്കെ പെയിൻ്റ് അടിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സൊന്നും ഇപ്പം എത്തിയില്ല. അപ്പം ഏതായാലും നമുക്ക് നേരെ വണ്ടി കാണാൻ പോവാം. ഇവിടെ പ്രകാശ് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയൊക്കെ ഒന്ന് കാണാം. നമുക്ക് അസ്ത്രയിൽ തുടങ്ങാം. അപ്പം ഒരു കിടില അസ്ത്രൻ്റെ ലുക്കിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പം ലിപ്പ് വന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സംഭവം നമ്മൾ ലിപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. കാരണം പിന്നെ വെറുതെ വന്ന് ലിപ്പ് മേലെ ഒരു പണിയെടുക്കണ്ടല്ലോ. പ്രകാശം തന്നെ ലിപ്പും വെച്ച് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഗൈസ്. പിന്നെ ബാറ്ററിയും വെറുതെ വെച്ചൊക്കെയാണ് ചെറിയ സ്ഥലമൊക്കെ ഉണ്ട് നോക്കിയത്. പിന്നെ ബാക്കിലൊക്കെ സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ട് ഗൈസ്. ടയറൊക്കെ വെക്കാൻ ഏരിയ ഉണ്ടോ നോക്കാനിട്ട് ഗൈസ്. ബാറ്ററി ഒന്നും ഇല്ല ഗൈസ്. ഒക്കെ നമ്മൾ വേറെ മേടിക്കണം. ഇതുവരെ വെറുതെ ചെക്കിങ്ങിന് വണ്ടി വെച്ചാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ ലാസ്റ്റായിട്ടാണ്. അപ്പം സെഡോന് പുറത്താണ് കിടക്കുന്നത്. അപ്പം സെഡോൻ്റെ ലിപ്പിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാം. സംഭവം ലിപ്പ് വർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ലിപ്പ് കൂടി ഞാൻ കാണിക്കാം. അതിന് മുന്നേ നമ്മളെ വണ്ടിയിൽ വർക്ക് ഇതാണ് കേട്ടോ ഗൈസ്. എന്നെ കില്ല വണ്ടിയല്ല ഗൈസ്. ഇതിന് നമ്മൾ കളർ അടിച്ചല്ല, ഗ്രാഫിക്സ് അടിച്ചാണോ? അപ്പോൾ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. കളർ അടിക്കുന്ന കളറ് ഏത് കളറാണെന്ന് നിങ്ങൾ കമൻറ്റ് ആക്കിയോളി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വണ്ടി ഫുൾ കളർഫുള്ളാണോ അല്ലെങ്കിൽ വരുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ ഗൈസ്. അല്ലെ നമുക്ക് ഈ ഗ്രാഫിക്സ് അടിച്ചാൽ ആകെ കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നോക്കാം. ഇതാ കണ്ടോളൂ ഗൈസ്. ഈ തുരുമ്പുമല സംഭവം ബ്ലാക്ക് അടിച്ചില്ല ഗൈസ്. പെയിൻറ്റിങ്ങിനെ കൊണ്ടുപോകണം. പ്രകാശിൻ്റെ സിമ്പിളൊക്കെ ഇപ്പോഴാണ് വെച്ചത് ഗൈസ്. അത് വെറുതെ ഒന്ന് വെച്ചോക്കാൻ തോന്നേ. ഏതായാലും ഒരു പെയിൻറ്റ് കഴിഞ്ഞിട്ട് വെക്കുള്ളൂ. പ്രകാശിന് നെയ്യുമ്പോഴൊക്കെ വെറുതെ വെക്കാണ് ഗൈസ്. ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തും ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി ബിൽഡ് ഏരിയ ആണ് കേട്ടോ ഗൈസ്. അപ്പം പുറത്തിറങ്ങിയാൽ കാണാം ഫുള്ള് ബോഡി ബിൽഡിൻ്റെ ഏരിയാസാണ്. അപ്പോൾ നമ്മൾ സെഡോണ് ഇപ്പോൾ അകത്ത് കയറ്റും. സംഭവം നമ്മളെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവളെ അകത്ത് കയറ്റും. ഇനി പുറത്തുനിന്ന് വീഡിയോ എടുക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും അകത്ത് കയറ്റിയിട്ട് കാണാം. പിന്നെ സെഡോൻ്റെ ലിപ്പും ഇവിടുന്ന് തന്നെ ഇറക്കാണ്ടായിട്ട് നമ്മൾ ഇറക്കുക കേട്ടോ. സെഡോന് ലിപ്പ് വെച്ചാണ്ടായിരിക്കും നമ്മൾ ഇറക്കുക. കാരണം സംഭവം സെഡോൻ്റെ ലിപ്പ് വർക്ക് കഴിഞ്ഞില്ല. വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ അസ്ത്രൻ്റെ വർക്കാണ് ആദ്യം തീർക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് നമ്മൾ അസ്ത്രൻ്റെ വർക്കായിരിക്കും കഴിയുക. രണ്ടാമതായിരിക്കും സെഡോൻ്റെ എന്നാണ് തോന്നിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളത് സെഡോണ് കാണാൻ പോവാം. സെഡോണ് ഇപ്പോൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ലിപ്പ് തന്നെ കാണിച്ചു തരാം ഗൈസ്. ലിപ്പ് നമ്മൾ സുജിത് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സാധാരണ സുജിത് ചേട്ടൻ്റെ കയ്യിൽ വർക്ക് കൊടുക്കാറില്ല. അപ്പോൾ എത്ര വീഡിയോ പഠിച്ചു വീഡിയോ കാണാം. ബൈ.